ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് ഇറങ്ങും. ഇപ്പൊ കുത്തനെയുള്ള ഒരു ഇറക്കമാണ്, ഹെയർ പിൻ വളവുകളുണ്ട്. അപ്പൊ അതിനാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഏത് ഗിയറിലാണോ ഒരു കയറ്റം കയറുന്നത് ആ ഗിയറിൽ തന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങണമെന്നാണ് പറയുന്നത്. ഞാൻ ബ്രേക്ക് ചവിട്ടിയിട്ടില്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ. ഫസ്റ്റ് ഗിയറിന് പിടുത്തത്തിൽ ഇതുകൊണ്ട് ഈ ഇറക്കം എന്ത് സാവധാനത്തിലാണ് വണ്ടി പോകുന്നത്. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് വളരെ നിർബന്ധമായിട്ട് ഈ ഒരു വീഡിയോ എൻ്റെ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യേണ്ടത് എൻ്റെ കടമയാണെന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് നമ്മൾ കുത്തനെയുള്ള ഇറക്കങ്ങളോട് കൂടിയ ചുരങ്ങളിലൂടെയും വളവുകളിലൂടെയും ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഒരു വണ്ടി സേഫ് ആയിട്ട് ഓടിക്കണം. ഇത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ബേസിക് ആയിട്ട് ആ പഠിക്കുന്ന സാഹചര്യം മുതൽ ഡ്രൈവിംഗിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നത് വലിയ ദുരന്തമാണ്. അത്തരത്തിലുള്ള ഒരു വലിയ അപകടമാണ് കഴിഞ്ഞ ദിവസം വാൽപ്പാറയിൽ സംഭവിച്ചത്. മലപ്പുറം പെരിന്തൽമണ്ണിൽ നിന്ന് ഏകദേശം 13 പേരടങ്ങുന്ന ഒരു സംഘം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയും 9 പേരാണ് മരണപ്പെട്ടത്. അതിൽ 4 പേര് രക്ഷപ്പെട്ടു. എന്നാൽ ആ രക്ഷപ്പെട്ട 4 പേരിൽ 3 പേർക്ക് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇത്തരത്തിലുള്ള ആക്സിഡന്റുകൾ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ MVD ഉദ്യോഗസ്ഥർ സാറുമാര് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടും എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതിനെ കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നല്ല കുത്തനെയുള്ള വലിയ കയറ്റത്തോട് കൂടിയ വളവുകളിലൂടെ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കയറി പോകുന്നു. ഒപ്പം തന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുന്ന സമയത്ത് ഇറക്കവും കുത്തനെയുള്ള ഇറക്കവും വളവുകളുമാണ് നമുക്ക് റോഡിലുള്ളത്. ഇനി ഞാൻ നല്ല വലിയ കുത്തനെയുള്ള ഒരു കയറ്റത്തിലേക്ക് എൻ്റെ വാഹനം കയറുകയാണ്. ഫസ്റ്റ് ഗിയറിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു, വണ്ടി സ്ലോ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇത് നിങ്ങൾ നോക്കുക, ഇവിടെ കുറച്ച് റൈറ്റ് ഒന്ന് വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു പിടിച്ച് ഇത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് കുത്തനെയുള്ള കയറ്റം ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ കയറുകയാണ്. വളരെ ഇടുങ്ങിയ ഒരു റോഡാണ്. ഫസ്റ്റ് ഗിയറിലാണ് കയറുന്നത്. നിങ്ങൾ ഇതെല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയറിലാണ് കയറുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെക്കൻഡ് കൊടുക്കത്തില്ലേ, സെക്കൻഡ് കൊടുക്കാൻ പറ്റില്ല. ഭീകര കയറ്റം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇടുക, സേഫ് ആയിട്ട് എന്ത് ചെയ്യുക, ആക്സിലറേഷൻ കൊടുത്ത് കയറി വരിക. ഇപ്പോൾ വണ്ടിയിൽ ബാക്കിൽ ഒരു 2 പേരുണ്ട്, ഒത്തിരി ലഗേജ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ വണ്ടി കയറ്റം കയറും. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ടോർക്കുള്ള നമ്മളൊരു ഗിയറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഗിയറിൽ വണ്ടി വളരെ സുഖകരമായിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് കയറ്റത്തെ കയറി വരാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇതുപോലെയുള്ള ഇറക്കങ്ങളും കുത്തനെയുള്ള ഹെയർ പിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് അപകടങ്ങൾ വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമ്മൾ ഈ കയറ്റം കയറി വന്നു, ഇനി നേരെ തിരിച്ച് ഇറങ്ങാനായിട്ട് പോവുകയാണ്. എൻ്റെ കാലിത് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്ത് വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് എൻ്റെ വാഹനം ഇതേ പതിയെ ക്ലച്ച് താങ്ങി ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി ഇപ്പം നമ്മൾ ആ ഇറക്കം തുടങ്ങിയിട്ടില്ല, നമ്മളൊന്ന് ടേൺ എടുത്ത് ഒന്ന് സേഫ് ആയിട്ട് വരികയാണ്. സേഫ് ആയിട്ട് വന്ന് വണ്ടി അനങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്തു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടി ഈ ഇറക്കം തുടങ്ങുന്ന ഏരിയയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നത് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തവും ഒപ്പം തന്നെ ബ്രേക്കിന്റെ ചെറിയ രീതിയിലുള്ള ഒരു സഹായം കൂടെയുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ ഫസ്റ്റ് ഗിയറിന്റെ പിടുത്തത്തിൽ തന്നെ എൻ്റെ വാഹനം കണ്ടു. അത്യാവശ്യം ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ പോലും അത്യാവശ്യം വണ്ടി പിടിച്ചാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ബ്രേക്കിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഗിയറിന്റെ പിടുത്തം നമുക്ക് ഇത്തരത്തിൽ ഇറങ്ങി വരുന്ന സമയത്ത് എൻജിൻ ബ്രേക്കിംഗ് ആണ് സംഭവിക്കുന്നത്. അങ്ങനെ നമ്മൾ പിടിച്ച് ഇറക്കങ്ങൾ ഇറങ്ങുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയിൽ ഓവറായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരില്ല. ഓവറായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്നതാണ്, ഇങ്ങനെയുള്ള റോഡുകളിൽ എന്ത് ചെയ്യും, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടും. കുത്തനെയുള്ള ഭീകരമായിട്ടുള്ള ഇറക്കമാണ്. ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് ദീർഘദൂരം അങ്ങ് ഇറങ്ങി ചെല്ലും. അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബ്രേക്ക് ഹീറ്റ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്, ഡ്രം ഹീറ്റ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ബ്രേക്ക് ഔട്ടുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് കിട്ടാത്ത വരുന്ന ഒരു സാഹചര്യം വരും. അതുപോലെ തന്നെ ചില ആൾക്കാർ ചെയ്യുന്നതാണ്, വണ്ടിയുടെ ഇന്ധനം ലാഭിക്കാൻ
പിടിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രാക്കും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ന്യൂട്രാക്കിയിട്ട് എന്ത് ചെയ്യും, ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് ഇറങ്ങും. ഇപ്പോൾ കുത്തനെയുള്ള ഒരു ഇറക്കമാണ്, ഹെയർ പിൻ വളവുകളുണ്ട്. നമ്മൾ ദീർഘദൂരം നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷനാണ് ഡ്രൈവിങ്ങിൽ വരുന്നതെങ്കിൽ ഇത് ഹീറ്റാവും. ഇത് ഹീറ്റായി കഴിയുമ്പോൾ നമുക്ക് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് വർക്കാകില്ല. ഇപ്പോൾ ഇത്തരത്തിലുള്ള റോഡിലാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. എന്നിട്ട് ഞാനിത് എന്ത് ചെയ്യുന്നു, ആദ്യം എൻ്റെ കാല് ക്ലച്ചിലുണ്ട് ബ്രേക്കിലുണ്ട്. നമുക്ക് വണ്ടി ഉരുളാനായിട്ട് എന്ത് ചെയ്തു, ക്ലച്ച് ചവിട്ടി പിടിച്ചുകൊണ്ട് തന്നെ ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലൊന്ന് അയച്ച് വണ്ടി ഒന്ന് അനക്കി. വണ്ടി അനങ്ങി തുടങ്ങുന്ന നിമിഷം തന്നെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് ഇതുകൊണ്ടോ ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് എത്തി. അപ്പോൾ ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തം വരുമ്പോൾ തന്നെ വണ്ടി ഇതുകൊണ്ട് പിടിച്ച് ടയർ പിടിച്ചാണ് വരുന്നത്. പിന്നെ നമ്മളിവിടെ സപ്പോർട്ടിന് ചെറിയ രീതിയിലുള്ള ഒരു ബ്രേക്ക് കൊടുത്താൽ മതി. ഇതുകൊണ്ട് അപ്പോൾ അതിനാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഏത് ഗിയറിലാണോ ഒരു കയറ്റം കയറുന്നത് ആ ഗിയറിൽ തന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങണമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ ആ കയറ്റം കയറിയത് ഏത് ഗിയറിലായിരുന്നു, ഫസ്റ്റ് ഗിയറിലായിരുന്നു. അപ്പം ഞാൻ തിരിച്ചിറങ്ങി വന്നത് ഫസ്റ്റ് ഗിയറിലാണ്. അപ്പം നമ്മുടെ വണ്ടി സേഫാണ്. ഇനി നിങ്ങൾ കയറ്റം കയറി വരുന്നത് സെക്കൻഡ് ഗിയറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗിയറിൽ തന്നെ ആ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. പരമാവധി തേർഡ് ഗിയറിലൊക്കെ ഇറക്കങ്ങളും വളവുകളും ഡ്രൈവ് ചെയ്ത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇവിടെ തേർഡ് കൊടുത്ത് ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു വളവ് കണ്ടു. അപ്പം വളവിന് മുന്നമേ തന്നെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് കുറച്ച് നേരത്തെ ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തപ്പം ഈ സെക്കൻഡ് ഗിയറിന്റെ പിടുത്തവും ഇതുകൊണ്ടോ നമുക്ക് ഒരു ബ്രേക്കും കൂടെയാണ്. അപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് വരുമ്പോൾ തന്നെ വണ്ടി സ്ലോ ആയി. പിന്നെ നമ്മൾ ആവശ്യാനുസരണം ലൈറ്റായിട്ട് ഒരു ബ്രേക്ക് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും എനിക്ക് ഇത്രയും കൂടെ വണ്ടി ഇവിടെ സ്ലോ ചെയ്ത് വരണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ അങ്ങ് കൊടുക്കുക. ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ബ്രേക്കിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഞാൻ ബ്രേക്ക് ചവിട്ടിയിട്ടില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിൽ ഇതുകൊണ്ട് ഈ ഇറക്കം എന്ത് സാവധാനത്തിലാണ് വണ്ടി പോകുന്നത്. എൻ്റെ വണ്ടി ബ്രേക്കിൻ്റെ സഹായത്തോടു കൂടി അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, ഗിയറിൻ്റെ പിടുത്തത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടോ ഇറങ്ങുന്നുണ്ടോ? ഞാനിവിടെ ബ്രേക്ക് ചവിട്ടിയിട്ടില്ല, ഫസ്റ്റ് ഗിയറിൻ്റെ എൻജിൻ ബ്രേക്കിങ്ങിലാണ് വണ്ടി ഇറങ്ങിപ്പോകുന്നത്. അപ്പം നിങ്ങൾ ചുരങ്ങളിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൊണ്ട് ഇനി നമുക്ക് ഇത്തിരി സ്പീഡ് കൂടിയാൽ നമ്മൾ പതിയെ ഒന്ന് ബ്രേക്ക് ചവിട്ടി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് നമുക്ക് ആവശ്യാനുസരണം ചവിട്ടാം, ആവശ്യാനുസരണം ഒന്ന് ചവിട്ടുന്നു. ഇനി ബ്രേക്ക് ഒന്ന് അയച്ചാൽ പോലും വണ്ടി ഇതുണ്ടോ പിടിച്ചാണ് പോകുന്നത്. ഇതിനെയാണ് എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ചുരങ്ങളിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻജിൻ ബ്രേക്കിംഗ് നിർബന്ധമാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ഒരു കാരണവശാലും ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ടല്ല ഇറങ്ങേണ്ടത്. ഈ എൻജിൻ ബ്രേക്കിൻ്റെ സഹായം നിർബന്ധമായിട്ടും തേടുക. പ്രത്യേകിച്ച് ഒരു ഹെയർ പിൻ വളവുകളിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഗിയറുകൾ ഫസ്റ്റും സെക്കൻഡും തന്നെയാണ്. തേർഡ് പോലും നിങ്ങൾ പരമാവധി കൊടുക്കാതിരിക്കുക. ഫസ്റ്റിലും സെക്കൻഡിലും തന്നെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. നല്ല ഭീകരമായിട്ടുള്ള ഇറക്കവും വളവുകളാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അവിടെയും നിർബന്ധമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കണം. നിങ്ങൾക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയാൽ അവിടെ സെക്കൻഡ് കൊടുത്തിറങ്ങിക്കോ. തേർഡ് പരമാവധി ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ കൊടുത്തുകൊണ്ട് ദീർഘദൂരം ഓടിച്ചിറങ്ങരുത്. ഞാൻ പറയുന്നത് ദീർഘദൂരം ഒരു തേർഡ് ഗിയറിലോ ഫോർത്ത് ഗിയറിലോ ഒക്കെയാണ് നമ്മൾ ഇറങ്ങി വരുന്നതെങ്കിൽ നമുക്ക് അവിടെ ഓവറായിട്ട് ബ്രേക്ക് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ് വരുന്നത്. കാരണം വണ്ടിക്ക് സ്പീഡ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ബ്രേക്ക് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ ബ്രേക്ക് ഹീറ്റ് ആകും, ബ്രേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ 9 പേര് മരണപ്പെട്ട വാഹന അപകടം ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? എൻ്റെ ഒരു നിഗമനം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. പ്രധാനമായിട്ടും ഒന്ന് അറിവില്ലായ്മ, പരിചയക്കുറവ്, ശ്രദ്ധക്കുറവ്. ഈ 3 കാര്യങ്ങളാണ് ഈ വലിയ അപകടത്തിലേക്ക് വാഹനത്തെ എത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ ടെമ്പോ ട്രാവലർ പോലെയുള്ള ഫോഴ്സിൻ്റെ വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ വാഹനം ഓടിച്ച പരിചയമുള്ള ഒരുപാട് ഡ്രൈവേഴ്സ് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. സോഷ്യൽ മീഡിയയിലും പല ഡ്രൈവേഴ്സും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായം കൃത്യമായിട്ടും പറയുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള വണ്ടികൾ ചുരങ്ങളിലൂടെയും ഇറക്കങ്ങളിലൂടെയും കുത്തനെയുള്ള ഇറക്കങ്ങളിലൂടെയും വളവുകളിലൂടെയും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫസ്റ്റ് ഗിയറോ സെക്കൻഡ് ഗിയറോ കൊടുത്തിറങ്ങാനായിട്ടാണ് പറയുന്നത്. കാരണം സെക്കൻഡ് ഗിയറിലും ഫസ്റ്റ് ഗിയറിലും ഒക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അമിതമായിട്ട് ബ്രേക്ക് അവിടെ യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുന്നില്ല. ഈ ഗിയറിൻ്റെ പിടുത്തത്തിൽ തന്നെ വാഹനം ഇറക്കങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്. അമിതമായിട്ട് നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്ത് ഓടിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നത്, ഉദാഹരണം പറയാം, ഞങ്ങളുടെ ഇവിടെ കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെ താഴോട്ട് നല്ല വളവും ഇറക്കങ്ങളുമാണ്. അത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ ഇത്തരത്തിലുള്ള വണ്ടികൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തേർഡും ഫോർത്തും കൊടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിക്ക് വേഗത കൂടും. പക്ഷേ അവിടെ നമുക്ക് ബ്രേക്കിൻ്റെ യൂസ് കുറേ സമയം കിട്ടുകയാണ് ചെയ്യുന്നത്. വേഗത കൂടി ഇറങ്ങി സമയം ലാഭിക്കാനായിട്ട് നമ്മൾ ഈ ഇറക്കം ഇങ്ങനെ തേർഡിലും ഫോർത്തിലും ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ബ്രേക്ക് ഓവറായിട്ട് അമർത്തി ഒരു നല്ല ദൂരമാണ് നമ്മൾ ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് അങ്ങ് മുണ്ടക്കയം വരെ
താഴെ വരെ ഇറങ്ങി വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, വാഹനത്തിന് ബ്രേക്ക് പോകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ബ്രേക്ക് ഹീറ്റായി അത് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറിൽ ഇട്ട് ഡ്രൈവ് ചെയ്താലും നമുക്ക് വണ്ടിക്ക് ഒരു എഞ്ചിൻ പിടുത്തമുണ്ട്. ആ പിടുത്തത്തിൽ വളരെ സേഫായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് ഇറങ്ങി വരാനായിട്ട് സാധിക്കും. അങ്ങനെ ഗിയറിൻ്റെ പിടുത്തത്തിൽ തന്നെ എന്ത് ചെയ്യണം, വാഹനമായിട്ട് ഇറങ്ങി വരിക. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് സേഫായിട്ട് ഡ്രൈവ് ചെയ്ത് വരാനായിട്ട് കഴിയും. ഈ ഒരു അറിവ് വാഹനം ഓടിച്ചു തുടങ്ങുന്ന പലർക്കും തന്നെ ഇല്ല. ഇത് നമ്മൾ ടെമ്പോ ട്രാവലർ അല്ല, ഏതൊരു വണ്ടി ഡ്രൈവ് ചെയ്താലും, ഒരു ചെറിയ കാർ ഓടിക്കുന്ന ലാഘവത്തോടെ വലിയ വണ്ടി നമ്മൾ ഓടിക്കാനായിട്ട് പാടില്ല. വലിയ വണ്ടിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഓരോ വാഹനത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളും പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വേണം ഓരോ വണ്ടികളും ഡ്രൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ ചെറിയ വണ്ടിയാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, നമ്മൾ ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ ഇറങ്ങുമ്പോൾ ഗിയറിന് കൂടുതൽ പ്രാധാന്യം നൽകുക. ഗിയറിൽ വണ്ടി സ്ലോ ആയിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ ബ്രേക്കിനെ സപ്പോർട്ട് ചെയ്യുക. ഉദാഹരണം പറയാം, നമ്മൾ സെക്കൻഡ് കൊടുത്ത് തേർഡ് കൊടുത്ത് വണ്ടി പോവാണ്, വണ്ടിക്ക് അത്യാവശ്യം സ്പീഡുണ്ട്, നമ്മൾ ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇറങ്ങി വരികയാണ്. അപ്പം വണ്ടി നമുക്ക് കൂടുതലായിട്ട് ബ്രേക്ക് അവിടെ ബാലൻസ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരുമ്പോൾ ഓൾറെഡി വണ്ടി സ്ലോ ആകുകയും നമ്മൾ ഒരുപാട് ബ്രേക്ക് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരത്തില്ല, ആ ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരും. മനസ്സിലായി? അങ്ങനെ നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്യണം. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതും എൻ്റെ നാടെന്ന് പറയുന്നത് ഹൈ റേഞ്ചാണ്. ഞാൻ ഇത്തരത്തിലുള്ള റോഡിലൂടെയാണ് ഡ്രൈവിംഗ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാദർ പലപ്പോഴും വണ്ടി ഓടിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കയറ്റം ഏത് ഗിയറിലാണോ നമ്മൾ കയറുന്നത് ആ ഗിയറിൽ തന്നെ ഇറക്കം ഇറങ്ങണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മൾ കുത്തനെയുള്ളൊരു കയറ്റം ഫസ്റ്റ് ഗിയറിലാണ് കയറുന്നതെങ്കിൽ തിരിച്ച് ആ ഇറക്കം ഇറങ്ങുന്നതും ഫസ്റ്റ് ഗിയറിലായിരിക്കണം. നമ്മൾ വീണ്ടും സെക്കൻഡ് കൊടുത്താണ് കയറി പോകുന്നതെങ്കിൽ തിരിച്ച് ആ ഇറക്കം നമുക്ക് സെക്കൻഡിൽ ഇറങ്ങി വരാം, കാരണം അത്രയും വലിയ ഇറക്കം ഇല്ല. പറഞ്ഞ പോയിന്റ് പിടികിട്ടും. അപ്പം ആ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട, ഒരു യാത്രയ്ക്ക് മുന്നേ ആയിട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ, ഗിയർ ഓയിൽ, വെള്ളത്തിൻ്റെ അളവ്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഒപ്പം തന്നെ ബ്രേക്കിൻ്റെ ഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. ബ്രേക്ക് ഓയിൽ പഴകിയിട്ടുണ്ടെങ്കിൽ മാറ്റണം. അതുപോലെ തന്നെ ബ്രേക്ക് പാഡുകൾ നമ്മൾ വൃത്തിയാക്കിയിടേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറ്റേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മാറ്റി മാത്രം വാഹനം ഡ്രൈവ് ചെയ്യുക. വാഹനം ഓടിച്ച് നല്ലൊരു പരിചയം നമുക്ക് വേണം. അതുപോലെ തന്നെ ഓരോ വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇതുപോലെ ടെമ്പോ ട്രാവലറൊക്കെ ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ വണ്ടികൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് കൃത്യമായിട്ട് അതിന് അപകടം ഉണ്ടാകാതിരിക്കാനായിട്ട് എന്താണ് മുൻകരുതൽ എടുക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.